ഇന്നത്തെ റെസിപ്പി വാഴക്ക ഉപയോഗിച്ച് ഒരു ഒഴിച്ചുകറി തയ്യാറാക്കുന്നതാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവുന്ന ഒരു കറിയാണ്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ 2 വാഴക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലത് മുറിച്ചെടുക്കാം. വാഴക്കയുടെ കറ പോകുന്നതിന് വേണ്ടി ഞാനത് വെള്ളത്തിലേക്കാണ് ഇടുന്നത്. വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് വാഴക്കയ്ക്ക് ഒരു കറുപ്പ് കളറ് ഉണ്ടായിരിക്കില്ല. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇതാ ഞാൻ ഇതുപോലെയാണ് മുറിക്കുന്നത്. അധികം കട്ടിയില്ല, നല്ല നേർങ്ങനെയല്ല. അങ്ങനെ ഞാൻ ആ 2 വാഴയ്ക്കും മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിത് 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കറി വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതാ ഇതുപോലുള്ള ഈ പാത്രത്തിലാണ് കറി വയ്ക്കുന്നത്. പിന്നീട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും എരിവിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ആ വാഴക്ക മുങ്ങി നിൽക്കെ വെള്ളവും ഒഴിച്ച് നമുക്ക് സ്റ്റവിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് വാഴക്കപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ചുകൊണ്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വാഴക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരമുറി തേങ്ങ ചിരകിയതും 1/2 സ്പൂൺ പെരുംജീരകവും 5 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും ഇട്ട് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടില്ല. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വാഴക്ക വെന്തുക്കണോ നമുക്കൊന്ന് നോക്കാം. വാഴക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരപ്പ് വാഴക്കയിലോട്ട് ഒഴിക്കാം. പിന്നീട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നമുക്ക് കറി കുറുകിയ രൂപത്തിലാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അല്ല നല്ല ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാനുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് വെളിച്ചെണ്ണയിൽ താളിക്കുന്നതാണ് കൂടുതൽ രുചി ഉണ്ടാവുക. ഒരു നാടൻ കറിയല്ലേ. പിന്നീട് 1/2 സ്പൂൺ കടുകും 3 വറ്റൽമുളകും 1 പിടി തേങ്ങ ചിരകിയതും ഇട്ട് നമുക്ക് ഈ തേങ്ങ ചിരകിയതൊന്ന് വറുത്തെടുക്കാം. ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. പിന്നീട് കുറച്ച് കരിവേപ്പിലയും നമുക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതാ കളർ മാറി തുടങ്ങിയിരിക്കുന്നത്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിക്കാം. ഞാനിവിടെ കുറുകിയ ചാറോട് കൂടിയാണ് വെച്ചിട്ടുള്ളത്. വേണ്ടവർക്ക് കറി ലൂസാക്കിയിട്ടും ആക്കാവുന്നതാണ്. ഈ കറി നല്ല രുചിയുണ്ട്. നമ്മൾ ആ തേങ്ങയൊക്കെ വറുത്തത് കൊണ്ട് വേറെ നല്ലൊരു ടേസ്റ്റാണിതിന്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരാം.